ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ റിയാക്ഷൻ മെക്കാനിസംസ് ചർച്ച ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ആറ്റംസ് പൊസിഷൻ മാറി അറ്റാച്ച് ചെയ്യുന്നു, മറ്റ് ചില ഇലക്ട്രോൺ പെയറുകൾ ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ കാർബോ കാറ്റയോൺസ് ഫോം ചെയ്യുന്നു, കാർബാനയോൺസ് ഫോം ചെയ്യുന്നു. അതുപോലെ ഓക്സിജൻ പോസിറ്റീവ് ആകുന്നു, കാർബൺ ഓക്സിജൻ ലിങ്കേജിൽ ഇലക്ട്രോൺ ഷിഫ്റ്റ് നടക്കുന്നു, പിന്നെ പ്രോട്ടോണേഷൻ നടക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള ഇലക്ട്രോൺ ഇൻവോൾവ് ആയിട്ടുള്ള ചേഞ്ചസ് നടക്കുന്നു. ഇതിൻ്റെ എല്ലാം ആകെത്തുകയാണ് ഒരു റിയാക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പം ഈ റിയാക്ഷൻ, ഒരു പെർട്ടിക്കുലർ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന ചില റിയേജൻസ് അല്ലെങ്കിൽ അതിനെ ഫേവർ ചെയ്യുന്ന ചില റിയേജൻസ്, അങ്ങനെ ഒരു മീഡിയത്തിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഇലക്ട്രോൺ ട്രാൻസ്ഫർ, ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ്, ആറ്റം ഡിസ്പ്ലേസ്മെൻറ്റ്, ഇങ്ങനെയൊക്കെ നടന്നിട്ട് നമുക്ക് പ്രോഡക്റ്റുകൾ കിട്ടുകയാണ്. പ്രോഡക്റ്റ് കിട്ടിയതിന് ശേഷം ഈ റിയാക്റ്റൻറ്റിൽ നിന്ന് ഈ പ്രോഡക്റ്റിലേക്ക് മാറാനായിട്ട് എന്തെല്ലാം ചേഞ്ചസ് ആണ് അവിടെ നടന്നതെന്ന് നമ്മൾ അനലൈസ് ചെയ്തിട്ട് വളരെ കൃത്യമായിട്ട് അവിടെ ഓരോരോ സ്റ്റെപ്സ് നമ്മൾ ട്രൈ ചെയ്യുന്നു. ആ സ്റ്റെപ്സ് നമുക്കിപ്പോൾ ഫൈനൽ പ്രോഡക്റ്റിലേക്ക് ലീഡ് ചെയ്യുന്നു. അങ്ങനെ അതിൻ്റെ ടോട്ടൽ ചേഞ്ചസിനെ നമ്മൾ അതിൻ്റെ റിയാക്ഷൻ മെക്കാനിസമായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ തരത്തിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ആറ്റം ട്രാൻസ്ഫറൊക്കെ നടക്കുന്നതിന് നമ്മൾ പഠിച്ച എല്ലാം, ഇപ്പോൾ പിനക്കളോൺ റീഅറേഞ്ച്മെൻറ്റ് പഠിച്ചു, ആൽഡോൾ കണ്ടൻസേഷൻ്റെ മെക്കാനിസം പഠിച്ചു, അതുപോലെ തന്നെ ബെൻസോയിൻ കണ്ടൻസേഷൻ, ഇനി ഇഷ്ടംപോലെ ഇതുപോലെ റിയാക്ഷൻ മെക്കാനിസംസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഇത് വീണ്ടും റിയാക്ഷൻസിലേക്കും പുതിയ റിയാക്ഷൻസിലേക്കും മെക്കാനിസത്തിലേക്കും പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ എന്താണ് അടിസ്ഥാനപരമായിട്ട് ഇവിടെ നടക്കുന്ന ഇലക്ട്രോൺ ചേഞ്ചസ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആറ്റം വേറൊരു ആറ്റത്തിലോട്ട് അറ്റാച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്നൊരു മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ചില ഫണ്ടമെൻ്റൽസ് അറിയണം. അതാണ് നമ്മൾ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്ട്സ് എന്ന രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഈ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്ട്സ് നമുക്ക് പലതരത്തിൽ ഉണ്ട്. ഒന്ന് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്, ദെൻ ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, ദെൻ ഹൈപ്പർ കോൺജുഗേഷൻ. നിങ്ങളത് സാക്രിഫിഷ്യൽ ഹൈപ്പർ കോൺജുഗേഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് കാണുക. ഓക്കെ. അതുപോലെ തന്നെ മീസോമെറിക് ഇഫക്റ്റ്, പിന്നെ ഇതെല്ലാം കൂടാതെ സ്റ്റെറിക് ഇഫക്റ്റ്, ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, ദെൻ ഇലക്ട്രോമെറിക് ഇഫക്റ്റ്, മീസോമെറിക് ഇഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേറ്റീവ് ഇഫക്റ്റ് ആൻഡ് സ്റ്റെറിക് ഇഫക്റ്റ്. ഇത്തരത്തിലുള്ള ചില ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്ട്സ് ഇതാണ് നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാം കൂടെ ഒരു വീഡിയോയിൽ പറയാൻ അത് നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഇതിലെ ഓരോരോ ഇഫക്റ്റുകൾ പ്രത്യേകമായിട്ടെടുത്ത് പരിശോധിക്കുകയാണ്. അതിൽ നമ്മൾ ആദ്യമായിട്ട് ഇൻഡക്റ്റീവ് ഇഫക്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മനസ്സിലാക്കാൻ നിങ്ങൾ നോക്കേണ്ടത്, ഇപ്പം കാർബൺ ആറ്റം, ഈ കാർബൺ ആറ്റത്തിൽ എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ കാർബണും എക്സും തമ്മിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ കാർബണും എക്സ് ആറ്റവും ഒരു കോവലൻ്റ് ബോണ്ട് കൊണ്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതൊരു സിംഗിൾ ബോണ്ടാണ്, ഒരു സിഗ്മ ബോണ്ടാണ്. നമ്മൾ പറയുന്നത് അതിൻ്റെ ഒരു ലീനിയർ ഓവർലാപ്പിംഗ് കൊണ്ടുള്ള ഒരു സ്ട്രോങ് ബോണ്ട് ഫോം ചെയ്തിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഈ എക്സ് ആറ്റം ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ കാർബൺ. അങ്ങനെയുള്ള കേസിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, എപ്പോഴും ഇവിടെ ഈ രണ്ട് ആറ്റവും ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസിനെ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം അതിൻ്റെ അടുത്തേക്ക് പുൾ ചെയ്ത് വയ്ക്കും. നിങ്ങൾ വാട്ടറിൻ്റെ ഡൈപോൾ പഠിച്ചിട്ടുണ്ട്. OH ബോണ്ട് പോളാറാകുന്നത് എങ്ങനെയാണ്, അതിൽ നിന്ന് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഹാലജൻ ആറ്റം, ഇവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ വ്യത്യാസം കൊണ്ടാണ് ഈ ഷിഫ്റ്റ് നടക്കുന്നത്. എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല, ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ വ്യത്യാസമാകണമെന്നില്ല. എന്നിരുന്നാലും അൾട്ടിമേറ്റ്ലി നമുക്ക് ഒരു സിഗ്മ ബോണ്ടിൽ ഒരു സ്ലൈറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ടുവേർഡ്സ്
സം ഇലക്ട്രോൺ അട്രാക്റ്റിംഗ് ഗ്രൂപ്പ്സ്. ഇലക്ട്രോൺ അട്രാക്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളിലേക്ക് ഈ ബോണ്ടഡ് ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ ഈ ഇലക്ട്രോൺ അട്രാക്റ്റിംഗ് ഗ്രൂപ്പിന് ഒരു ചെറിയ നെഗറ്റീവ് ചാർജ്, ഇറ്റ്സ് ഓൺലി എ പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. ദി അതർ ആറ്റം ഗെറ്റ്സ് എ പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. ഇങ്ങനെ ഒരു പാർഷ്യൽ പോളാർ ക്യാരക്ടർ ഈ സിഗ്മ ബോണ്ടഡ് ആറ്റംസിന് ഡെവലപ്പ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. ഇവിടെ ഇലക്ട്രോൺ അട്രാക്റ്റിംഗ് ഗ്രൂപ്പ് അതിലേക്കാണ് ഇലക്ട്രോൺ വരുന്നത്, അതുകൊണ്ട് അതിന് ഇലക്ട്രോണിൻ്റെ ഡെൻസിറ്റി കൂടുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്നത് കൊണ്ട് അത് കൂടുതൽ നെഗറ്റീവ് ആകും എന്ന അർത്ഥത്തിൽ അതിനെ -I ഇഫക്റ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഇലക്ട്രോൺ അട്രാക്റ്റിംഗ് ഗ്രൂപ്പിന് -I ഇഫക്റ്റാണ്. കാരണം നെഗറ്റീവ് ചാർജിനെ പിടിച്ചെടുക്കുന്ന ഗ്രൂപ്പുകളാണ്. അപ്പോൾ അവരുടെ നെഗറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് അത് -I ഗ്രൂപ്പാണ്. ഇത് തീർച്ചയായിട്ടും എക്സ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ പോലുള്ള ഹാലജൻ ആറ്റംസ് ആണ് കൂടുതലും ഈ -I ഇഫക്റ്റ് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് മറ്റ് ചില ഗ്രൂപ്പുകൾ. ഈ ഗ്രൂപ്പിനെ കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. എന്തായാലും Y എന്നൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതും കാർബണും തമ്മിലൊരു സിഗ്മ ബോണ്ടുണ്ട്. പക്ഷേ എന്തോ കാരണത്താൽ കാർബണാണ് അവിടെ ഇലക്ട്രോൺ സ്വീകരിക്കുന്നത്. Y എന്താണ്? ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്. അപ്പം ഈ Y എന്ന് പറയുന്ന ആറ്റം ഇലക്ട്രോൺ അട്രാക്റ്റ് ചെയ്യല്ല, റിലീസ് ചെയ്യാണ്. അതായത് അതിൻ്റെ നെഗറ്റീവ് ചാർജ് കുറഞ്ഞിട്ട് അതിനൊരു പോസിറ്റീവ് ചാർജാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഗ്രൂപ്പിനെ നമ്മൾ ഗ്രൂപ്പ്സ് വിത്ത് പോസിറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് +I ഗ്രൂപ്പ്സ് എന്ന് പറയും. അപ്പോൾ ആ Y ആറ്റത്തിന് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും അത് ഇലക്ട്രോണെ സ്വീകരിക്കുന്ന ആറ്റത്തിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും. ഇത്തരത്തിൽ ഒരു സിഗ്മ ബോണ്ടിൻ്റെ രണ്ടറ്റത്തുമുള്ള ആറ്റംസ് തമ്മിലുള്ള ഒരു പാർഷ്യൽ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ്, അതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇതിൽ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എന്ന് പറയുന്നത് ഫ്ലൂറിനാണ്. അപ്പോൾ കാർബണും ഫ്ലൂറിനും തമ്മിലുള്ളൊരു ബോണ്ട്, കാർബണും ക്ലോറിനും തമ്മിലൊരു ബോണ്ട്, ദെൻ കാർബണും ബ്രോമിനും തമ്മിലുള്ള ബോണ്ട്, കാർബണും അയഡിനും. ഇവിടെ നിങ്ങൾക്കറിയാം ഇതിവിടെ എല്ലാം ഫ്ലൂറിൻ്റെ അടുത്തേക്ക്, ക്ലോറിൻ്റെ അടുത്തേക്ക്, ബ്രോമിൻ്റെ അടുത്തേക്ക്, അയഡിൻ്റെ അടുത്തേക്ക്. ഇവിടെ എല്ലാം ഇലക്ട്രോൺ അട്രാക്റ്റിംഗ് ഗ്രൂപ്പ് ഹാലജൻ ആറ്റമാണ്. അതുകൊണ്ട് ഈ ഹാലജൻ എല്ലാം അതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് -I ഇഫക്റ്റാണ്. -I ഇൻഡക്റ്റീവ്. ദിസ് ഈസ് ഫോർ അയഡിൻ, ദിസ് ഈസ് ഫോർ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് -I. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കാണുന്നത്, അതായത് ഇവിടെ എല്ലാം ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഈ ആറ്റത്തിനെല്ലാം, കാർബണിന് പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഏറ്റവും കൂടുതൽ ഏതിനായിരിക്കും? ഇതിലായിരിക്കും അല്ലേ? ഫ്ലൂറിനാണ് മോർ ഇലക്ട്രോ നെഗറ്റീവ്. ഈ ഓർഡറിലായിരിക്കും ആ ഇൻഡക്റ്റീവ് ഇഫക്റ്റിൻ്റെ വേരിയേഷൻ വരുന്നത്. ഇനി അടുത്ത് നമ്മൾ എക്സാമിൻ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ CH3 ആണ്. CH3ക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുമോ എന്നൊരു സംശയം തോന്നും. എങ്കിലും നമ്മൾ കാണുന്നുണ്ട് 3 CH3 ഗ്രൂപ്പ് ഒരു കാർബണിൽ വന്നാൽ ഈ കാർബണിന് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ കാർബണിൻ്റെ ബാലൻസ് മൊത്തത്തിൽ 4 ആണ് വരേണ്ടത്. 3 CH3 ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഇവിടെ ഇതിന് ഒരു ഗ്രൂപ്പ് ഇല്ല എങ്കിൽ അതൊരു C+ കാർബോകാറ്റയോൺ ആണ്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ടെർഷ്യറി കാർബോകാറ്റയോൺ. 2 CH3 ആണ് വരുന്നതെങ്കിൽ പിന്നെ അവിടെ ഒരു CH ഉണ്ട്, അവിടെയും ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ അതൊരു സെക്കൻഡറി കാർബോകാറ്റയോൺ. ദെൻ CH3 CH2 വരുന്നുണ്ട്, അവിടെയും ഇത് ഒരു പോസിറ്റീവ് ചാർജുകളാണെങ്കിൽ ഒരു CH3 ഉള്ളൂ അവിടെ, ഇതൊരു പ്രൈമറി കാറ്റയോൺ. പിന്നെ ഇതും അങ്ങനെ തന്നെയാണ്, പ്രൈമറിയാണ്. അപ്പം ഏറ്റവും കുറവ് ഒരു CH3 ഗ്രൂപ്പ്. ഇവിടെ ഇത് മൂന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ കൂടുതൽ എളുപ്പമാണ്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി. ഇവിടെ ടെർഷ്യറി കാർബോണിയം അയോൺ ഈസ് മോർ സ്റ്റെബിലൈസ്, ഈസ് മോർ സ്റ്റേബിൾ ദാൻ സെക്കൻഡറി, വിച്ച് ഈസ് മോർ സ്റ്റേബിൾ ദാൻ പ്രൈമറി. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ റീസൺ നമ്മളിനി ഹൈപ്പർ കോൺജുഗേഷനിനകത്ത് പഠിക്കും. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഹൈപ്പർ കോൺജുഗേറ്റീവ് ഇഫക്റ്റ് കൊണ്ടാണെങ്കിലും ഈ CH3 ഗ്രൂപ്പ് കാർബൺ ആറ്റത്തിന് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയാണ്. സോ CH3 ഗ്രൂപ്പ് ഇസ് ആൻ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്. അതുകൊണ്ട് നമുക്കിതിനെ ഒരു +I ഗ്രൂപ്പ് എന്ന് വിളിക്കാം. +I
പോസിറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഉള്ള ഗ്രൂപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്ലസ് ഐ ഇഫക്റ്റ് ഉള്ള ഗ്രൂപ്പ് 3 വരുമ്പോഴത്തേക്കും ഇവിടെ ഇലക്ട്രോൺ ഷോർട്ടേജ് കൂടുതൽ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് സ്റ്റെബിലിറ്റി 3 CH3 ഉള്ളതിൽ ഏറ്റവും കൂടുതലും CH3യുടെ എണ്ണം കുറഞ്ഞു വരുന്നതനുസരിച്ച് അതിൻ്റെ സ്റ്റെബിലിറ്റി കുറയുകയും ചെയ്യും. ഇതിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് ഇൻഡക്റ്റീവ് ഇഫക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് വരും, ചോദിക്കാനുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ അവിടുത്തെ ബോണ്ടിങ് എന്ന് നോക്കിയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് ഇഫക്റ്റാണ്. എന്താണെന്നാൽ ഇത് ഒരു റിയാക്ഷനിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു റിയേജൻറ്റോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ അറ്റാക്കിൻ്റെ ടൈമിലോ ഒന്നുമല്ല ഇതുണ്ടാകുന്നത്. ഇതൊരു ഇൻബോൺ ആയിട്ടുള്ള, അതായത് ആ മോളിക്യൂളിന് സ്വതവേ ഉള്ള ഒരു ഇഫക്റ്റാണ് ആ ഇലക്ട്രോൺ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് ഇഫക്റ്റായിട്ട് നമുക്കെടുക്കാം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മറ്റ് ചില ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്ട്സ് ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം. ദാറ്റ് ഈസ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്, മീസോമെറിക് ഇഫക്റ്റ്, സ്റ്റെറിക് ഇഫക്റ്റ്, ഹൈപ്പർ കോഞ്ചുഗേഷൻ. ഇതൊക്കെ നമുക്ക് മറ്റ് വീഡിയോകളിൽ പരിചയപ്പെടാം. -I ഇഫക്റ്റ് വരുന്ന മറ്റ് ചില ഗ്രൂപ്പുകളും കൂടെ നമുക്ക് പരിശോധിക്കാം. നൈട്രോ ഗ്രൂപ്പ്, അതൊരു വാലൻസി ഉണ്ട്, NO2 COH അങ്ങനെ വായിക്കുക. നൈട്രോ ഗ്രൂപ്പ്, കാർബോക്സിൽ ഗ്രൂപ്പ്, പിന്നെ എക്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഹാലജൻ ആറ്റംസ് എല്ലാം, ദെൻ OH ഗ്രൂപ്പ്, C6H5 ഗ്രൂപ്പ്. ഇതെല്ലാം -I ഇഫക്റ്റ്. എല്ലാവർക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്ന പൊസിഷനിലെ സിഗ്മ ബോണ്ടിലൂടെ ഇലക്ട്രോണിനെ അതിനടുത്തേക്ക് പുൾ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്, അതിനടുത്തേക്ക് ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇലക്ട്രോൺ അട്രാക്റ്റിംഗ് ഗ്രൂപ്പ് എന്നാണ് ഇവർ പറയുന്നത്. സോ -I ഇഫക്റ്റ്. +I ഇഫക്റ്റ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ടെർഷ്യറി CH3 ഗ്രൂപ്പിൻ്റെ നമ്പർ കൂടുതലുള്ളത് മാക്സിമം +I ഇഫക്റ്റ്, അതിൻ്റെ നമ്പർ കുറഞ്ഞു വരുന്നതനുസരിച്ച് അതിൻ്റെ +I ഇഫക്റ്റ് കുറഞ്ഞു വരും. ഇതും കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇൻഡക്റ്റീവ് ഇഫക്റ്റിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് ഒരു 3 എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇത് ബെൻസീൻ റിംഗ് ആണ്, C6H5, C6H6 ആണ്. അത് ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരുവാണെങ്കിൽ അത് C6H5 എന്ന് പറയും. അപ്പം ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിന് ഇവിടെ ഏത് ആറ്റമാണോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് ഇലക്ട്രോണിനെ റിങ്ങിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഇതിന് -I ഇഫക്റ്റ് ആയതുകൊണ്ട് റിങ്ങിൻ്റെ. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീനാണ് എടുക്കുന്നതെങ്കിൽ ബെൻസീനിൽ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്, ദാറ്റ് ഈസ് ടൊളുവിൻ. ടൊളുവിൻ ആണെങ്കിൽ എന്താണ്, ഈ ബെൻസീനെ അപേക്ഷിച്ച് ഈ ഒരു CH3 ഗ്രൂപ്പ് ബെൻസീൻ റിങ്ങിൽ അറ്റാച്ച് ചെയ്താൽ CH3 ഈസ് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്. അതുകൊണ്ട് ഈ CH3 ഗ്രൂപ്പ് ഈ ബെൻസീൻ്റെ റിയാക്ടിവിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ CH3 ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഇഫക്റ്റ്, ദാറ്റ് ഈസ് +I ഇഫക്റ്റ് ഓഫ് CH3 ഇൻക്രീസസ് ദ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓഫ് ദ ബെൻസീൻ റിംഗ്. പക്ഷേ അതിൻ്റെ ആ മെക്കാനിസം കൊണ്ട്, ഇവിടുത്തെ ഡബിൾ ബോണ്ടിൻ്റെയൊക്കെ പ്രത്യേകത കൊണ്ട് ഈ ഇൻക്രീസ് ഇൻ ഇലക്ട്രോൺ ഡെൻസിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ 2 പൊസിഷനിലും ഇവിടെയുമാണ്. 2 ഓർത്തോ പൊസിഷൻസിലും ഒരു പാരാ പൊസിഷനിലുമാണ്. അതുകൊണ്ട് CH3 ഗ്രൂപ്പ് ഈ ബെൻസീൻ റിങ്ങിൻ്റെ ഓർത്തോ ആൻഡ് പാരാ പൊസിഷനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ ഡയറക്റ്റിംഗ് ഇൻഫ്ലുവൻസ്, ഈ സബ്സ്റ്റിറ്റ്യൂവൻസ് ഡയറക്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഡിസ്കസ് ചെയ്യുമ്പം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി +I ഇഫക്റ്റ് ഓഫ് CH3 ഹെൽപ്സ് ടു ഇൻക്രീസ് ദ നെഗറ്റീവ് ചാർജ് അറ്റ് ദി 2 ഓർത്തോ പൊസിഷൻസ് ആൻഡ് 1 പാരാ പൊസിഷൻ ഓഫ് ടൊളുവിൻ. ഓക്കെ, +I ഇഫക്റ്റ് അതിൻ്റെ ഇഫക്റ്റാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നൈട്രോ ഗ്രൂപ്പാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നൈട്രോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹൈലി ഇലക്ട്രോ നെഗറ്റീവാണ്, അതല്ലെങ്കിൽ -I ഇഫക്റ്റ് ഏറ്റവും കൂടുതലുള്ളതാണ്. അപ്പം നൈട്രോ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബെൻസീൻ റിങ്ങിൽ തന്നെ, ബെൻസീൻ റിങ്ങിന് -I ഇഫക്റ്റ് ആണെങ്കിലും അതിനേക്കാൾ അധികമായിട്ടുള്ള -I ഇഫക്റ്റ് നൈട്രോ ഗ്രൂപ്പിനുള്ളതുകൊണ്ട് നൈട്രോ ഗ്രൂപ്പ് ബെൻസീൻ റിങ്ങിൽ നിന്ന് ഇലക്ട്രോണിനെ അതിനടുത്തേക്ക് പുള്ള് ചെയ്യുകയും ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുകയും ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് പകരം അവിടെ ഒരു പോസിറ്റീവ് ക്യാരക്ടറാണ്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഫുൾ ചാർജ് അല്ല ഡെവലപ്പ് ചെയ്യുന്നത്, പാർഷ്യൽ ചാർജസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ഈ ഇൻഡക്റ്റീവ് ഇഫക്റ്റിനെ ഇത്തരം എക്സാമ്പിൾസിലും കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ.